ഒരുപാട് പേരൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡിസോർഡറാണ് ഓട്ടിസം എന്താണെന്നുള്ളത്. എൻ്റെ കുട്ടിയിൽ ഓട്ടിസം ഉണ്ടെങ്കിൽ ഞാൻ അതെങ്ങനെ തിരിച്ചറിയും എന്നുള്ള കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മാറ്റർണൽ ഹെൽത്ത്, അമ്മയുടെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഹെൽത്തും, അതുപോലെ അവർ യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻസ്, ആ സമയത്ത് വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ്, ടോക്സിൻസ് ഒക്കെ കുട്ടികളിൽ ഒരു ഓട്ടിസം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാരണമായിട്ട് കാണാറുണ്ട്. ഓട്ടിസം എന്ന് പറയുമ്പോൾ മെയിനായിട്ടും കുട്ടികളിൽ സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലും സോഷ്യൽ ഇൻട്രാക്ഷനിലുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും കാണാറ്. അതുപോലെ തന്നെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, സ്പീച്ച് ഡെവലപ്പായി വരേണ്ട സമയത്ത് കുട്ടികൾക്ക് കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റാറില്ല. അതുപോലെ തന്നെ അവരുടെ സെയിം പിയർ ഗ്രൂപ്പിലുള്ള കുട്ടികളുമായിട്ട് അവർക്ക് എൻകറേജ് ചെയ്യാൻ പറ്റില്ല. അവരുമായിട്ട് കളിക്കാനോ സംസാരിക്കാനോ ഒന്നും കുട്ടികൾ തയ്യാറാവില്ല ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾക്ക്. അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റസ്, ഫീലിങ്സ്, കാര്യങ്ങളൊന്നും അവർക്ക് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റില്ല. നെക്സ്റ്റ് ആണ് അവർക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് തീരെ ഉണ്ടാവില്ല. ഫേഷ്യൽ എക്സ്പ്രഷൻസ് അവർക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഐ കോണ്ടാക്റ്റ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. ബോഡി ലാംഗ്വേജ്, ഗസ്റ്റേഴ്സ്, കാര്യങ്ങൾ ഒന്നും അവർക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറില്ല. കുട്ടികൾക്ക് സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനോ പുതിയ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ പിയർ ഗ്രൂപ്പിൽ അവർക്ക് ഇൻട്രസ്റ്റസ് ഉണ്ടാവില്ല. അതുപോലെ സോഷ്യൽ കോണ്ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ സിറ്റുവേഷൻസിനനുസരിച്ച് പെരുമാറാൻ ഈ തരത്തിലുള്ള കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാവുക. ഈ ഒരു ഡിസോർഡറിൻ്റെ സിവിയറിറ്റി, എത്രത്തോളം ഇമ്പയർമെൻറ്റ് ഇവരുടെ സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം റെസ്ട്രിക്റ്റഡ് റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് പാറ്റേൺസ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് ഇതിൻ്റെ ഒരു സിവിയറിറ്റി നമ്മൾ നോക്കുന്നത്. റെസ്ട്രിക്റ്റഡ് റിപ്പീറ്റഡ് ബിഹേവിയർ പാറ്റേണിലേക്ക് വരുമ്പോൾ കുട്ടികളിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള മോട്ടോർ മൂവ്മെൻറ്റ്സ് കാണാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ടോയ്സ് ഒക്കെ ഇങ്ങനെ ലൈനിങ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. റിപ്പീറ്റായിട്ട് അവരുടെ ടോയ്സ് ഒക്കെ അടുക്കി വെച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഒരു വാക്ക് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. എക്കോലാലിയ എന്നാണ് അതിന് പറയുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു വേർഡ്, ബോൾ എന്നുള്ളൊരു വേർഡാണെങ്കിൽ അതവർ പിന്നെയും പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് കുട്ടികളിൽ കാണുന്ന ഈ ഒരു ബിഹേവിയർ പാറ്റേൺ. നെക്സ്റ്റ് ആണ് ഇൻസിസ്റ്റൻസ് ഓഫ് സെയിംനെസ്. കുട്ടികളിൽ ഒരു കാര്യം ഭയങ്കര റുട്ടീനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. അവർ ഭയങ്കര റുട്ടീനായിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളൂ. അത് ബ്രേക്ക് ആവുന്ന സമയത്ത് കുട്ടികൾക്ക് അത് ഭയങ്കര ഡിസ്റ്റർബൻസസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ കുട്ടികളിൽ കാണിക്കാറുണ്ട്. നെക്സ്റ്റ്, കുട്ടികളിൽ ഹൈലി റെസ്ട്രിക്റ്റഡ് ആൻഡ് ഫിക്സേറ്റഡ് ഇൻട്രസ്റ്റ്സ് ആണ് കാണാറ്. അതായത് അൺയൂഷ്വൽ ആയിട്ടുള്ള ഒബ്ജക്ട്സിനോട് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നാറുണ്ട്. എക്സാമ്പിളായിട്ട് ടോയ്സിനോട്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോയോട് ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ്, ഫുൾ ടൈം ആ ഒരു ടോയിനെയും കൊണ്ടിട്ടായിരിക്കും കുട്ടി നടക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ അൺയൂഷ്വൽ ആയിട്ടുള്ള ചില ഒബ്ജക്ട്സ്, പരുക്കനായിട്ടുള്ള സർഫസ്, അതുപോലെയുള്ള കാര്യങ്ങളോടൊക്കെ കുട്ടിക്ക് പ്രത്യേക ഇൻട്രസ്റ്റ്. തിന്നിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കാണിക്കാറ്. നെക്സ്റ്റ് ആണ് ഹൈപ്പർ റിയാക്ടിവിറ്റി ടു സെൻസറി ഇൻപുട്സ്. ചില കുട്ടികളിൽ ഇപ്പോൾ സൗണ്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അവർ റെസ്പോണ്ട് ചെയ്യും. എന്നാൽ ചില കുട്ടികൾക്ക് അതിന് തീരെ റിയാക്ഷൻസ് ഉണ്ടാവില്ല. ചില കുട്ടികൾക്ക് പെയിൻ ഒന്നും എങ്ങനെയാണെന്ന് സെൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അത്ര വേദന ഉണ്ടെങ്കിലും കുട്ടികൾക്ക് അത് അറിയില്ല. അതുപോലെ തന്നെ ടെമ്പറേച്ചറിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ട്. ഫയറിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ കാണാറുണ്ട്. അൺയൂഷ്വൽ ആയിട്ടുള്ള സ്മെൽസിനോടൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട് കുട്ടികൾ. അതുപോലെ തന്നെ ലൈറ്റിനോട് ഭയങ്കര സെൻസിറ്റീവായിട്ട് ചില കുട്ടികൾ വരാറുണ്ട്. പക്ഷേ ചില കുട്ടികൾക്ക് ലൈറ്റ് തീരെ പ്രശ്നമില്ല, അവർക്ക് അതൊരു ഇൻട്രസ്റ്റ് ആയിട്ടാണ് കാണിക്കാറ്. ഈ ഒരു സിംറ്റംസ് കുട്ടികളുടെ ഏർലി ഡെവലപ്മെൻറ്റൽ പീരീഡിൽ പ്രസൻ്റായി കാണാറുണ്ട്. ഒരു 3-ൽ കൂടുതൽ സിംറ്റംസ് നിങ്ങളുടെ കുട്ടികളിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ചൈൽഡ് എക്സ്പേർട്ടിനെയോ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിസോർഡറിൻ്റെ സിവിയറിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം അവരുടെ സോഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ ഇമ്പയർമെൻറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം റിപ്പീറ്റേറ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയേഴ്സ് കുട്ടികൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ബേസിലാണ് വരുന്നത്. കുട്ടികളിലുണ്ടാകുന്ന ഈ ഒരു ഡിസ്റ്റർബൻസസ് ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി കൊണ്ടാവരുത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസിലും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുള്ള കുട്ടികൾക്ക് കോർമോബിഡ് ആയിട്ട് ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടാവാറുണ്ട്. ഡെവലപ്മെൻറ്റൽ ഡിലേ എന്താണെന്നുള്ളൊരു സംശയം തോന്നാം. ഡെവലപ്മെൻറ്റൽ ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയഗ്നോസിസ് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ഒരു സമയത്ത് നമ്മൾ കുട്ടികളുടെ മൈൽ സ്റ്റോൺ ഡെവലപ്മെൻറ്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ അത് മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഗ്ലോബൽ ഡെവലപ്മെൻറ്റൽ ഡിലേ ആയിട്ട് കണക്കാക്കും. ആ ഒരു 5 വയസ്സിന് ശേഷം നമ്മൾ റീ അസസ്മെൻറ്റും കാര്യങ്ങളും ചെയ്യും. അതിനെയാണ് ഗ്ലോബൽ ഡെവലപ്മെൻറ്റൽ ഡിലേ എന്നും കൂടെ പറയുന്നത്. ഈ ഒരു സിംറ്റംസ് എല്ലാം കുട്ടികളിൽ ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പയർമെൻറ്റ്സ്, അവരുടെ സോഷ്യലും ഒക്യുപ്പേഷണലും അതുപോലെ തന്നെ അതർ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഓഫ് ലൈഫിലൊക്കെ ഒരു ഇമ്പയർമെൻറ്റ്സ് കൊണ്ടുവരാറുണ്ട്. സോ
കുട്ടികളിൽ കാണുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതിനെയൊക്കെ പെട്ടെന്ന് തന്നെ അഡ്രസ്സ് ചെയ്യുക, എന്താണോ അതിന് വേണ്ടുന്ന സൊല്യൂഷൻസ് ഒക്കെ അതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യുക, ഏർലി ഇൻ്റർവെൻഷൻസ് ആവശ്യമാണെങ്കിൽ അതൊക്കെ പ്ലാൻ ചെയ്ത് കൊടുക്കുക. ഹാവ് എ നൈസ് ഡേ.